War is a futile thing which can bring only destruction. Here we are discussing such a topic, War by Luigi Pirandello. It's a chapter that is included in the Common Course text Kaleidoscope. It is a text for 4th sem UG students of Calicut University. 4th sem UG students, ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള കോമൺ കോഴ്സ് ടെക്സ്റ്റ് ആണ് കാലിഡോസ്കോപ്പ്. ഈ ടെക്സ്റ്റിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് വാർ. എഴുതിയത് ലൂഗി പിരാൻഡെല്ലോ. And Luigi Pirandello was an Italian dramatist, novelist, poet and short story writer, and he won the Nobel Prize for Literature in 1934. പ്രശസ്തനായ ഇറ്റാലിയൻ എഴുത്തുകാരനാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, നോവലിസ്റ്റ് ആണ്, ഡ്രമാറ്റിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പോയിറ്റാണ്. 1934 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടിയിട്ടുണ്ട്. And he is regarded as the forerunner of the upset theatre. അപ്സൈഡ് തിയേറ്ററിന്റെ മുൻഗാമിയായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. ആൻഡ് ഹിസ് ഫസ്റ്റ് വർക്ക് ഈസ് 6 characters in search of an author. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് 6 characters in search of an author എന്ന ബുക്ക്. And the plot of the story is the First World War in Italy, a period of tremendous political and social upheaval. ഈ കഥ, ഈ വാർ എന്ന ഈ ഷോർട്ട് സ്റ്റോറി, ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിന്റെ ഇതിവൃത്തം ഒന്നാം ലോക മഹായുദ്ധമാണ്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒന്നാം വേൾഡ് വാറിന്റെ സ്വാധീനമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ട്രെമൻഡസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അപ്ഹെവൽ. ഒരുപാട് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഇറ്റാലിയൻ കോൺസെപ്റ്റാണ്. ഇറ്റലിയിൽ എങ്ങനെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം? നമുക്കറിയാം, 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഇറ്റലിയെ എങ്ങനെയാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം സ്വാധീനിച്ചത് എന്നതാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. Although Italy was on the winning side, the victory came with personal loss. Over 6 lakh Italians, especially young men, were died in the war. ഇറ്റലി വിജയികളുടെ സഖ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും ഏകദേശം 6 ലക്ഷത്തോളം ഇറ്റലിയിലുള്ള ജനങ്ങള് ജീവൻ ത്യജിക്കേണ്ടതായിട്ട് വന്നു. ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ഏകദേശം 6 ലക്ഷത്തോളം പേർക്ക് അവരുടെ ജീവൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. ആൻഡ് ദ ഗ്രേറ്റ് പേഴ്സണൽ സാക്രിഫൈസ് ഈസ് ദ സബ്ജക്ട് ഓഫ് ദ വാർ. ഈ വാർ എന്ന ഈ സ്റ്റോറിയുടെ കഥ അല്ലെങ്കിൽ ഇതിന്റെ ഇതിവൃത്തം ഗ്രേറ്റ് പേഴ്സണൽ സാക്രിഫൈസ്, വ്യക്തിപരമായിട്ടുള്ള ത്യാഗം, അതായത് ജീവത്യാഗമാണ് ഈ കഥയുടെ ഇതിവൃത്തം. The sufferings of parents is depicted with agonizing insight. ഇതില് ഈ കഥയിൽ നമുക്ക് പാരൻസിന്റെ, രക്ഷകർത്താക്കളുടെ ഈ നമ്മൾ പറഞ്ഞ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആ ചെറുപ്പക്കാരുടെ മാതാപിതാക്കളുടെ മാനസിക സംഘർഷങ്ങളാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Mothers and fathers travel together aboard a train and their feelings of loss are heavy. ഈ കഥയില് കുറച്ച് പാരൻസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള സംഘർഷങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. One mother is seen in a state of visible mourning who looks like a shapeless bundle as she is hoisted in the train as she is unable to bear the loss. ഇതിലാദ്യം ഒരമ്മയെ കാണിക്കുന്നു. ആ അമ്മ ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഷേപ്പ്ലെസ് ബണ്ടിൽ പോലെയാണ്, ഒരു ഷേപ്പില്ലാത്ത ഒരു ഭാണ്ഡക്കെട്ട് പോലെ അമ്മയെ തോന്നുന്നു. കാരണം അവർ ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു രൂപമാണ് അവരെ തോന്നുന്നത്. കാരണം ഷീ ഈസ് അണേബിൾ ടു ബെയർ ദ ലോസ്. തൻ്റെ മകൻ നഷ്ടപ്പെട്ട ആ ഒരു ത്യാഗം, ആ ഒരു നഷ്ടപ്പെടല് അവർക്ക് സഹിക്കാൻ വയ്യാതെ സങ്കടത്തിൽ അവര് ഒരു ഷേപ്പും ഇല്ലാതെ അങ്ങനെ ഭക്ഷണം ആ ഒരു രീതിയിലേക്ക് ദുഃഖം കൊണ്ടവര് ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു രൂപം പോലെയായി മാറി, ഒരു കോലംകെട്ട രൂപം നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഒരു രൂപത്തിലായി മാറിയ ഒരമ്മയാണ് ആദ്യം നമ്മൾ കാണുന്നത്. The passengers settle in for their journey and the woman's husband in deep mourning addresses the other 5 passengers by commenting on the nasty world they find themselves in. ആ സ്ത്രീയുടെ ഭർത്താവും അവരോടൊപ്പം കയറുന്നു. അവര് കയറുന്ന സമയത്ത് മറ്റ് പാസഞ്ചേഴ്സിനെ നോക്കിയിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു.
എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ലോകം ഒരു നശിച്ച ലോകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോൺവെർസേഷൻ തുടങ്ങുന്നത്. ദിസ് ഇസ് എ നാസ്റ്റി വേൾഡ്. നാസ്റ്റി വേൾഡ് മീൻസ് ഒരു നശിച്ച ലോകമാണിത്. ആൻഡ് ഹി റിവീൽസ് ദാറ്റ് ദ വാർ ഹാസ് ടേക്കൺ ദെയർ ഓൺലി സൺ ഫ്രം ദം. പിന്നീട് അദ്ദേഹം പറയുന്നു ദ വാർ ഹാസ് ടേക്കൺ ദെയർ ഓൺലി സൺ. ഒരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്, ആ ഒരു മകനെ യുദ്ധം കൊണ്ടുപോയി എന്ന് പറയുന്നു. And his departure seems shockingly sudden, and he comments that his wife is to be pitied for enduring such a grief. പിന്നീട് അദ്ദേഹം പറയുന്നത് അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. മകൻ പട്ടാളത്തിലേക്ക് പോകുക അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുക എന്നുള്ളത് ഒരു പെട്ടെന്നുള്ള തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഈ സങ്കടം, ഒരേ ഒരു മകനെ നഷ്ടപ്പെട്ട ഈ ഒരു സങ്കടം അനുഭവിക്കുന്ന ആ അമ്മയെ സമ്മതിക്കണമെന്നും അദ്ദേഹം പറയുന്നു. And when the husband speaks, the woman begins to growl like a wild animal. ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ സ്ത്രീ ഒരു വന്യമൃഗത്തെ പോലെ കരയാൻ തുടങ്ങി, മുരളാൻ തുടങ്ങി. And the husband comments generate a debate among the passengers who also suffers loss. ഈ സമയത്ത് ആ പിതാവിന്റെ ഇങ്ങനെയുള്ള ഒരു കമന്റ് പെട്ടെന്ന് മറ്റുള്ളവരിൽ ചർച്ചകൾക്ക് ഇടയാക്കി. കാരണം അവരും ഇതേപോലെയുള്ള നഷ്ടങ്ങൾ സഹിക്കുന്നവരാണ്, അതുകൊണ്ട് അവരും പ്രതികരിക്കാൻ തുടങ്ങി. One passenger reveals that his loss is harder as his son has been fighting since the first day of the war. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമന്റ് വന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു പാസഞ്ചർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നഷ്ടം ഏറ്റവും വലിയ നഷ്ടമാണ്, വളരെ കഠിനമേറിയ നഷ്ടമാണ്. കാരണം അദ്ദേഹത്തിന്റെ മകൻ യുദ്ധം തുടങ്ങിയ സമയം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും അവൻ യുദ്ധത്തില് മുറിവേറ്റ് തിരിച്ച് നാട്ടിൽ വരും. ആ മുറിവുണങ്ങി പിന്നെയും പോകും, വീണ്ടും പിന്നെ അങ്ങനെ വരും. അങ്ങനെ 2 പ്രാവശ്യം മുറിവേറ്റിട്ട് വന്നിട്ട് വീണ്ടും തിരിച്ചു പോയേക്കാണ്. അവൻ യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ദുഃഖമാണ് ഏറ്റവും കാഠിന്യമേറിയ ദുഃഖമെന്ന് ഒരു പാസഞ്ചർ പറഞ്ഞു. Another passenger reveals that his loss is so deep as his 2 sons and 3 nephews are on the front line of the war. ഈ സമയത്ത് മറ്റൊരു യാത്രക്കാരൻ പറയുന്നു തന്റെ ദുഃഖമാണ് ഏറ്റവും അഗാധമായ ദുഃഖം. കാരണം തന്റെ 2 മക്കളും അതേപോലെ 3 അനന്തരവന്മാരും യുദ്ധത്തിന് ഫ്രണ്ട് നിരയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്റെ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. കാരണം അവർ മരിക്കുകയാണെങ്കിൽ തനിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ഇത്രയും ആൾക്കാർ 5 പേരാണ്. Now the husband replies that even if the man loses one son, he can be comforted by his one surviving son. ഈ സമയത്ത് ഒരേ ഒരു മകൻ യുദ്ധത്തിന് പുറപ്പെട്ട ആ അച്ഛൻ പറയുന്നു, ഒരു മകൻ, ഇദ്ദേഹത്തിന് 2 മക്കള് യുദ്ധത്തിലുണ്ട്, അതിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നൊരു സമാധാനം ഇദ്ദേഹത്തിന് ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നു. And it angers others who said, if a man has only one son who dies, he can end his own life. ചോദിക്കുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം കേട്ടുടനെ, അതായത് 2 മക്കളിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരാൾ ജീവനുണ്ടല്ലോ, ഒരാൾ ജീവനോടെ ഇരിപ്പുണ്ടല്ലോ എന്നൊരു സമാധാനം ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ദേഷ്യപ്പെടുന്നു. അവര് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു മനുഷ്യന് ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ജീവൻ വേണ്ടാന്ന് വെക്കുമോ എന്ന് ചോദിക്കുന്നു. കാരണം ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടി യുദ്ധത്തിന് പോയി അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹവും ആത്മഹത്യ ചെയ്യുമോ അല്ലെങ്കിൽ ഇദ്ദേഹവും കൂടെ മരിക്കുമോ എന്ന് ചോദിക്കുന്നു. And a man with a surviving son cannot escape from the grief as there is no hope of escaping it. ഇനി ഒരു മകൻ ജീവനോടെ തിരിച്ചു വന്നു എങ്കിലും മരിച്ച ആ മകനെ കുറിച്ചുള്ള ആ വേദന ഒരിക്കലും അയാളുടെ മനസ്സിൽ നിന്നുമായില്ല. അതിന് 10 മക്കളുണ്ടെങ്കിലും 20 മക്കളുണ്ടെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും ഇനി ഒരേ ഒരു മകനായാലും ദുഃഖമെല്ലാം ഒന്നു തന്നെയാണ്. Another passenger, panting with an inner violence of an uncontrollable vitality, questions that whether parents have given life to their children for their own benefit. ഈ സമയത്ത് മറ്റൊരു പാസഞ്ചർ, അദ്ദേഹം ദുഃഖം കടിച്ചമർത്തി വെച്ച് അങ്ങനെ ദുഃഖം കാരണം ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹം ചോദിക്കുന്നു, എന്താണ്, തങ്ങള് മക്കളെ വളർത്തുന്നത് തങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ മക്കളെ വളർത്തുന്നത്? എന്നെ വയസ്സാം കാലത്ത് നോക്കണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ മക്കളെ വളർത്തുന്നത് എന്ന് ചോദിക്കുന്നു. And the man whose son has been
At the front line replies that their children belong to the country. ഈ സമയത്ത് രണ്ട് പ്രാവശ്യം മുറിവേറ്റ് തിരിച്ചു പോയി, മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചു പോയി എന്ന് പറഞ്ഞ ആ മകന്റെ പിതാവ് അദ്ദേഹം പറയുന്നു, തങ്ങൾ മക്കളെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. അതായത് തങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചില്ല, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നത്. ആൻഡ് ദ മാൻ കോൾസ് ദിസ് ബുഷ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദാറ്റ് when their children are born they take their parents lives with them. അദ്ദേഹം അതിന് പിന്നെയും മറുപടി പറയുന്നത്, താങ്കള് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരവരുടെ പിതാവിന്റെയും മാതാവിന്റെയും, അതായത് അവരുടെ പാരൻസിന്റെ ജീവനും അവരോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. അതായത് ഒരു കുട്ടി ജനിച്ചു തുടങ്ങുന്ന സമയത്ത് ആ കുട്ടിയുടെ ജനനത്തോടു കൂടി അച്ഛനും അമ്മയും ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. അത്രത്തോളം റിലേറ്റഡ് ആണ് അവരുടെ ബന്ധം, അത്രത്തോളം കണക്റ്റഡ് ആണ് അവരുടെ ബന്ധം. അതായത് ആ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ ജീവനും എടുത്തുകൊണ്ടാണ് കുട്ടി ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ പിന്നീട് അവർ ജീവിക്കുന്നത് പിന്നീട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അത്രത്തോളം അഗാധമായ ബന്ധമാണ് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളത്. When the children are born, they take away the lives of their parents, but they never belong to the parents. ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കളുടെ ജീവൻ എടുത്തുകൊണ്ട് ജനിക്കുന്നു. അതായത് അവരുടെ ആ ഒരു ജീവനും ജീവിതവും അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച രീതിയിൽ ആ കുട്ടികൾ ജനിക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. അതായത് മാതാപിതാക്കൾക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല തങ്ങളുടെ മക്കൾ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. And he adds that young people are passionate about their country in the same way as parents once were, and later the love towards the country is replaced by the deeper love towards their children. ഇനി പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, വീണ്ടും പറയുന്നത്, ചെറുപ്പക്കാർക്ക് അവരുടെ രാജ്യത്തോട് സ്നേഹം ഉണ്ടാകും. ഏതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ചെറുപ്പത്തിൽ രാജ്യസ്നേഹം ഉണ്ടായിരുന്നത് പോലെ തന്നെ അവരുടെ മക്കൾക്കും രാജ്യത്തോട് സ്നേഹം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഈ രാജ്യത്തോടുള്ള സ്നേഹം ഫാമിലിയോടുള്ള സ്നേഹമായി മാറും. ആ ഒരു രാജ്യസ്നേഹം ഫാമിലിയിലേക്ക്, കല്യാണം കഴിഞ്ഞ് കുട്ടികൾ മക്കളാക്കും, ആ ഒരു കുടുംബത്തിലേക്കാവുന്ന സമയത്ത് ആ സ്നേഹം കുടുംബത്തിലേക്ക് മാറും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. And it adds that somebody must go to defend their country out of necessity. പിന്നീട് അദ്ദേഹം ഇതും കൂടി പറയുന്നു, അതായത് ചിലപ്പോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരുണ്ട്. അതായത് രാജ്യസ്നേഹം മൂത്ത് രാജ്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അതല്ലാതെ ഒരു ജോലി എന്ന നിലയിൽ രാജ്യസ്നേഹം അല്ലെങ്കിൽ ഒരു ജോലി എന്ന നിലയിൽ രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോകുന്നവരുണ്ട്. And it is better to allow their children or sons to do so without tears and sadness. അങ്ങനെ കുട്ടികള് ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പോരാടണമെന്ന് അവർ തീരുമാനിക്കുമ്പോൾ അവരെ കണ്ണീരും കൈയുമായിട്ട് പറഞ്ഞു വിടാതെ സന്തോഷത്തോടു കൂടി യാത്രയാക്കണം. അല്ലാതെ വെറുതെ കണ്ണീരും സങ്കടവും ഒക്കെ കൊണ്ട് അവരെ യാത്രയാക്കുകയല്ല വേണ്ടതെന്നും പറയുന്നു അദ്ദേഹം. And he reveals that his son has sent him a message before dying that he was satisfied to end his life in the best way he could have wished. ഈ സമയത്ത് അദ്ദേഹം അവസാനമായിട്ട് പറയുന്നു, തൻ്റെ മകൻ മരിക്കുന്ന സമയത്ത് മരണത്തിന് മുൻപ് അവൻ തനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ എന്താണ് പറയുന്നത്? തൻ്റെ ജീവിതം സന്തോഷപ്രദമായ രീതിയിൽ, സന്തുഷ്ടകരമായ രീതിയിൽ ജീവിച്ചു തീർക്കാൻ തനിക്ക് സാധിച്ചു എന്ന ഒരു മെസ്സേജ് അവൻ അവന്റെ മരണത്തിന് മുൻപ് എനിക്ക് അയച്ചു എന്ന് അദ്ദേഹം പറയുന്നു. And the mother now seeing amazed and stunned and sees everyone congratulating each other. ഈ സമയത്ത് പെട്ടെന്ന് എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെയായി. കാരണം ഇത്രയും നേരം ആ മകന്റെ മരണത്തെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. And she asked the man whether his son is really dead. പെട്ടെന്ന് ആ സ്ത്രീ അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കളുടെ മകൻ യഥാർത്ഥത്തിൽ മരിച്ചു പോയോ? ഇവിടെ നമുക്ക് രണ്ട് മീനിങ് എടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ മകൻ മരിച്ചോ എന്നുള്ളത്, അത് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു ചോദ്യം. മറ്റൊരർത്ഥം, ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ, ഒരു രാജ്യസ്നേഹി പേട്രിയോട്ടിക് പേഴ്സൺ എന്ന നിലയിൽ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് മരിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളുടെ രാജ്യവും ജനങ്ങളും എപ്പോഴും ഓർക്കും. ആ ഒരു മീനിങ് കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. And it creates an introspection in the father, and he realizes that his son has gone forever and forever.
ഈ സമയത്ത് ആ പിതാവ്, അത്ര നേരവും വാചാലനായ ആ പിതാവ് തന്നിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കുന്നു. അതായത് കുറച്ചു നേരം തൻ്റെ ചിന്തകളെ വിശകലനം ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ മകൻ എന്നേക്കുമായി തന്നെ വിട്ടു പോയതാണ് എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. Then he breaks into harrowing, heart-rending, uncontrollable sobs. പിന്നീട് അദ്ദേഹം ഹൃദയം തകർന്ന് ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ പിന്നീട് അദ്ദേഹത്തെ കാണുന്നത്. ആദ്യമൊക്കെ കുറെ താത്വികമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട അദ്ദേഹം പിന്നീട് ഹൃദയം തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയിലാണ് നമ്മൾ ഈ സ്റ്റോറി അവസാനിക്കുന്നത്. ഈ കഥയിലെ പ്രധാനപ്പെട്ട തീംസ്: ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ, യൂസ്ലെസ്, ഫ്യൂട്ടിലിറ്റി മീൻസ് യൂസ്ലെസ് വാർ. ദെൻ patriotism and its hypocrisy. Patriotism means രാജ്യസ്നേഹം, അതോടൊപ്പം തന്നെ ആ രാജ്യസ്നേഹം എന്ന മറവിൽ നടത്തുന്ന യുദ്ധങ്ങൾ. പിന്നീട് ദ ലോസ് ഓഫ് ഇന്നസെൻസ്, ഒരുപാട് നിഷ്കളങ്കരായ ആളുകളുടെ നാശനഷ്ടങ്ങൾ. ഇതൊക്കെയാണ് ഈ കഥയിലെ ഇതിവൃത്തം. ഇത്രയുമാണ് ഈ കഥയിലെ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.